പണ്ട് ആരോ പറഞ്ഞതുപോലെ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കുമോ എന്ന് ചോദിച്ചതുപോലെ തന്നെയാണ്. നമസ്കാരം, ഇത് ഐബേർഡ് മീഡിയ വീണ്ടും വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം PC ജോർജിന്റെ പുതിയ വിഷം തുപ്പൽ വേർഷനുമായിട്ടുള്ളതാണ്. ഇവൻ ഈ PC ജോർജ് എന്ന് പറയുന്നവന്റെ മനസ്സിൽ പണ്ട് ഇത്രയേറെ വിഷം നിറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു. കാരണം ആദ്യമെല്ലാം ഇയാൾ ഇങ്ങനെ അല്ലായിരുന്നു. ഇയാളെ ഈരാറ്റുപേട്ടക്കാർ കൈവിട്ടതോടെ പിന്നീട് ഇയാളുടെ നെട്ടുപോട്ടുകളെല്ലാം ലൂസായി എന്നുള്ളതാണ് സത്യം. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഒരു നേതാവാക്കി പിന്നീട് ഇവന്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് കണ്ടപ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അണികൾ തന്നെ ഇവനെ അങ്ങ് ഒഴിവാക്കി വിട്ടു. അതോടെ മുസ്ലിങ്ങളുടെ നേർക്കായി പിന്നീട് ഇവന്റെ കലിതുള്ളൽ. പിന്നെ ഇടതിലും വലതിലും സ്ഥാനങ്ങൾ ഇല്ലാതായി. മുസ്ലിങ്ങൾ പിന്നെ ഇവനുമായി യാതൊരുവിധ തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ലാതായി. അങ്ങനെ മുസ്ലിങ്ങൾക്കും ഇവനെ വേണ്ടാതായതോടെ കോൺഗ്രസിനും വേണ്ട, മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും വേണ്ട, മുസ്ലിങ്ങൾക്ക് അതിലേറെ വേണ്ട. അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഇവൻ ചെയ്ത പരിപാടി എന്താണ്? ഇവനക്ക് എവിടെയെങ്കിലും ഒരു അധികാരം വേണമല്ലോ. എവിടെയെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിലല്ലേ അഹങ്കാരത്തോടെ കൂടി നടക്കാൻ കഴിയുള്ളൂ, ജീവിക്കാൻ കഴിയുള്ളൂ. അതിന് ഇവൻ കണ്ടെത്തിയതാണ് മുസ്ലിങ്ങളെയും കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും എല്ലാം, പ്രത്യേകിച്ച് പിണറായിയെ എല്ലാം തെറി വിളിക്കുക, വായിൽ വരുന്നത് വിളിച്ചു പറയുക. കാരണം ഇവന് മറ്റൊരു ലക്ഷ്യം മനസ്സിൽ പൂവിട്ട് തുടങ്ങിയിരുന്നു. അതിനു വേണ്ടിയായിരുന്നു മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അനാവശ്യമായി തെറി വിളിച്ചു പറയുക. കാരണം ഇപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ. മുസ്ലിങ്ങളെ എന്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ആൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടാം. കാരണം ഈ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം അവർ അത്ര പെട്ടെന്നൊന്നും ഒരാളെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ദ്രോഹിക്കുകയില്ല. അതേസമയം മറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJP RSS അവർ എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ മതി റോട്ടിലേക്ക് ഇറങ്ങാൻ. എനിവേ, എന്തായാലും ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വിഷം തുപ്പി നടക്കുന്ന ഒരു അവസ്ഥയായി മാറി പിന്നീട് ഈ PC ജോർജ്. BJPയെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് തുടങ്ങിയത്. നരേന്ദ്രമോദിയെ ആദ്യമെല്ലാം കുറ്റം പറഞ്ഞു ഇവൻ പിന്നീട് അത് മാറ്റി പറഞ്ഞു. ഒരൊറ്റ ചാട്ട ജമ്പിങ്. ആദ്യമെല്ലാം കുറ്റം പറഞ്ഞിരുന്ന ഒരാള് ഒരൊറ്റടിക്ക് അതുകൊണ്ട് മാറ്റി പറഞ്ഞു. കാരണം കുറ്റം പറഞ്ഞ ഇവൻ പിന്നീട് അത് മാറ്റി പറഞ്ഞു മോദിയെ പുകഴ്ത്താൻ തുടങ്ങി. കാരണം ഇനി അവസാന ശരണം ഇവന് BJP ആണ്, വെറുതെ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഒരു സ്ഥാനം കിട്ടണം. ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി, ആ ഒരു മോഹത്തിൽ ഇവർക്ക് ആ ഒരു സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ, ഒരു സ്ഥാനമില്ല എങ്കിൽ അതൊരു വലിയ അസ്വസ്ഥതയാണ്. ഒരിക്കലും ഇവർക്ക് ഒരു സ്ഥാനമാനങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് പിന്നീട് ഇവൻ BJPയിലേക്ക് ചെന്ന് ചേരുന്നത്. മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട്, മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി BJPയെ കൂട്ടുപിടിച്ച് കിട്ടുന്ന വേദിയെല്ലാം മുസ്ലിങ്ങളെ തെറി പറയാനും നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങി. വായിൽ വരുന്നത് അവൻ വിളിച്ചു പറഞ്ഞു. തെറി പറഞ്ഞാൽ BJPക്കാർക്ക് വലിയ സന്തോഷമാണല്ലോ. നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അതാണല്ലോ ഈ ഇവന്മാരുടെ ജോലി, പ്രത്യേക ജോലി, ഒരു പ്രധാന ജോലി അവർ അങ്ങനെയാണല്ലോ അവരുടേത്.
അങ്ങനെ BJP-യിൽ ഒരു സ്ഥാനം കിട്ടാൻ മുസ്ലിങ്ങളെ തെറി പറയാൻ തുടങ്ങിക്കഴിഞ്ഞതോടെ ഇവന് വാർത്താ മാധ്യമങ്ങളിൽ സ്ഥാനം ലഭിച്ചു തുടങ്ങി. അങ്ങനെ ആയി തുടങ്ങി. പിന്നീട് വളരെ ഒരു നാട്ടിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള വാക്കുകൾ വരെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും പോലീസ് സ്വമോദയ ഇയാൾക്കെതിരെ ഒരു കേസും എടുത്തില്ല എന്നതാണ് മഹാ അത്ഭുതം. പിന്നീട് ഇത് വർദ്ധിച്ചതോടെ, നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ തരത്തിലുള്ള വാക്കുകളും ആഹ്വാനങ്ങളും വർദ്ധിച്ചതോടെ ചില ആളുകൾ PC-ക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഇവന് പോലീസിന്റെ സഹായം അകമഴിഞ്ഞ് കിട്ടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇവൻ ഇത്തരത്തിൽ വിഷം തുപ്പുന്നത് തന്നെ. നിയമത്തിനെ പോലും ഇവന് പേടിയില്ല. അവനറിയാം മുസ്ലിങ്ങളെ എന്ത് പറഞ്ഞാലും അവന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ ഇത്തരത്തിലുള്ള വലിയ വലിയ വൃത്തികെട്ട രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. നാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവൻ ഒളിവിൽ പോയി. ഇവന് കേസ് കുറച്ച് ആളുകൾ ചേർന്ന് കേസ് ഫയൽ ചെയ്തു ഇവന്റെ പേരിൽ, PC ജോർജിന്റെ പേരിൽ. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇവൻ ഒളിവിൽ പോയി. ഈ ഒളിവിൽ പോയിട്ട് നാം മനസ്സിലാക്കണം, ഒളിവിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഒളിവിൽ പോയിട്ട് നമ്മുടെ കേരള പോലീസിന് എല്ലാം കണ്ടെത്താൻ കഴിയുന്ന വളരെ അങ്ങേയറ്റം പ്രഗത്ഭരായ പോലീസുകാർക്ക് PC ജോർജിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു അത്ഭുതകരമായ മഹാസംഭവം എന്ന് തന്നെ പറയാം. നാം ചിന്തിക്കേണ്ടത്, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഇതൊരു നാടകമാണ് എന്ന്. കാരണം ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ട്, PC ജോർജിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിട്ട് അവനെ പിടിക്കാൻ കഴിയാണ്ട് ഒളിവിൽ പോയി എന്നെല്ലാം പറയുമ്പോൾ ഇതൊരു നാടകമല്ലേ? അത് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാൻ കഴിയില്ലേ? കോടതിയെ പോലും അവന് എത്ര തവണ കോടതിയിൽ നിന്ന് പോലും ജാമ്യം കൊടുത്തു. എന്നിട്ടും അവൻ ആ കോടതിയെ ജാമ്യ വ്യവസ്ഥ പാലിക്കാതെ വീണ്ടും ഇവൻ മതവിദ്വേഷ പ്രസ്താവനകളുമായി വന്നിരിക്കുകയാണ്. എത്ര തവണ അവന് ജാമ്യം കൊടുത്തു. ആ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത് പോലും അവൻ വകവെക്കാതെ എത്ര തവണ വീണ്ടും ഇതേപോലെ തന്നെ മതവിദ്വേഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ പുതിയ ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് PC ജോർജ്. അത് എന്തെന്ന് വെച്ചാൽ, കേരളം മുഴുവൻ കത്തിക്കാനാകുന്ന സ്ഫോടക വസ്തുക്കൾ ഇയാളുടെ സ്ഥലത്ത് നിന്ന്, ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. അത് എവിടെ കത്തിക്കാനാണ് എന്ന് അവന് അറിയാമത്രേ. നമ്മൊന്നൊരു കാര്യം മനസ്സിലാക്കണം, പോലീസിന്റെ പണി കംപ്ലീറ്റ് അവന്റെ കയ്യിലാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് കേരളം മുഴുവൻ കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നു. അത് എവിടെ കത്തിക്കാനാണ് എന്ന് ഇവൻ അറിയാമത്രേ. അതാണ് ഇവൻ പറയുന്ന ഒരു കാര്യം. പിന്നീട് പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. ഇവൻ വിളിച്ചു പറയുന്നത് മതവിദ്വേഷമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വേദി, ഇയാൾ ഈ പ്രസംഗിക്കുന്ന വേദി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു വേദിയാണെന്ന് നാം മനസ്സിലാക്കണം. അവിടെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഇയാൾ വിളിച്ചു പറയുന്നത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു ഫാദർ, ഒരു അച്ഛൻ, പള്ളിയിലച്ഛൻ വിളിച്ചു ചേർത്ത മയക്കുമരുന്നിന്റെ ബോധവൽക്കരണ മീറ്റിംഗിലാണ് ക്രിസ്തീയ മതസ്ഥർ, ക്രിസ്തീയ കുടുംബങ്ങൾ കൂടിയ വേദിയിലാണ് ഇയാൾ മനുഷ്യരെ മൊത്തം പിന്ന് ചെയ്യുന്ന രീതിയിൽ, വിഷം കുത്തിവെക്കുന്ന രീതിയിൽ വിളിച്ചു പറയുന്നത്. ഇവരുടെ കുട്ടികളെ ആ വേദിയിൽ പറയുകയാണ് ഇവരുടെ എല്ലാം ക്രിസ്ത്യാനികളുടെ കുട്ടികളെ, 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വേഗം എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു പറഞ്ഞയക്കണം. ഇവൻ പറയുന്നതാണ്. ഇവര് ഈ കുടുംബങ്ങളെ ഈ സദസ്സിൽ, ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന ആ ക്രിസ്തീയ കുടുംബങ്ങളെയാണ് ഇവൻ പിൻ ചെയ്യുന്നത്, വിഷം കുത്തിവെക്കുന്നത്. 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ 25 വയസ്സാകുമ്പോഴേക്കും കെട്ടിച്ചു പറഞ്ഞയക്കണം എന്ന്. പിന്നെ 400ഓളം കുട്ടികളാണത്രേ ഇവൻക്ക് ലവ് ജിഹാദിലൂടെ നഷ്ടമായിട്ടുള്ളത്. എത്ര? 400ഓളം കുട്ടികളാണത്രേ ഇവൻക്ക് ലവ് ജിഹാദിലൂടെ നഷ്ടമായിട്ടുള്ളത്. 400-ൽ 41 കുട്ടികളെ മാത്രമാണത്രേ തിരിച്ചു കിട്ടിയതും. എങ്ങനെയുണ്ട്? എവിടുന്ന് കിട്ടി ഇവന് ഈ കണക്ക്? കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾക്ക് പോലും കിട്ടാത്ത
അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കില്ലാത്ത, കേന്ദ്രത്തിന്റെ അടുത്ത് പോലും ഒരു കണക്കില്ലാത്ത ഒരു കണക്കാണ് PC ജോർജ് എന്ന് പറയുന്ന ഈ പരനാറിക്ക് കിട്ടിയിട്ടുള്ളത്. അവൻ വിളിച്ചു പറയുന്നത് ഇവന്റെ മകൻ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പൊക്കിക്കൊണ്ടുവന്നു. അതിന് പിന്നെന്താ വിളിക്കുക? ലവ് ജിഹാദ് എന്നല്ലേ? അതിനെന്താ നാം വിളിക്കേണ്ടത്? ഇവിടെ അവന്റെ മകൻ ഇതിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അതും ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ PC ജോർജിന് കഴിയും. PC ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആർക്ക് വേണ്ടി? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ, ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല, ഇന്ത്യയാണ്. എന്തിന് 400-4000 കണക്കുണ്ട്. പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ലവ് ചെയ്യാതെ. പക്ഷെ അവിടെ പർപ്പസ്ഫുള്ളി മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേർഷനാണ് ഇവിടെ നമ്മൾ കുറ്റമായി പറയുന്നത്. അതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാകുന്നു. അപ്പൻ പറയുന്നു 400 പെൺകുട്ടികളെ നഷ്ടമായിരിക്കുന്നു ലവ് ജിഹാദിലൂടെ. മകൻ പറയുന്നു 4000, 400 അല്ല 4000 എന്ന്. അപ്പന് പണ്ട് ആരോ പറഞ്ഞതുപോലെ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കുമോ എന്ന് ചോദിച്ചതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. ഒന്നാമത് PC ജോർജിന്റെ സ്വന്തം മകൻ മറ്റൊരു മതത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ചാടിച്ചു കൊടുത്തു. എന്നിട്ട് വാതോരാതെ പ്രസ് മീറ്റും വിളിച്ച് അല്ലെങ്കിൽ മറ്റു വേദികളിൽ സംസാരിച്ച് ലവ് ജിഹാദിനെ കുറിച്ചാണ് വാതോരാതെ സംസാരിച്ച് നടക്കുന്നത്. പിന്നീട് ഇവർ ചെയ്യുന്നതെല്ലാം വളരെ അംഗീകരിച്ച കാര്യങ്ങളാണ്. അപ്പൻ മകനെ സപ്പോർട്ട് ചെയ്യുക, മകൻ അപ്പനെ സപ്പോർട്ട് ചെയ്യുക. വേണ്ടാത്തത് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെല്ലാം വിളിച്ചു പറയുന്നത് എന്ന് പറയേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്ത് നടക്കുകയാണ്. അപ്പൻ പറയുന്നു 400, മകൻ പറയുന്നു 4000-4000-ഓളം പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ലവ് ജിഹാദ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അപ്പനെയും മകനെയും ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ നിയമത്തിനെ നോക്കിക്കോന്ന നിയമം. ഇവർക്ക് എന്ത് നിയമം? ഇവർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇത്രയേറെ അഹങ്കാരം പോലീസുകാരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം വിളിച്ചു പറയൂ അപ്പനും മകനും കൂടെ? ഒരു നാടിന്റെ മനസമാധാന സ്വസ്ഥയും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉള്ള നമ്മുടെ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ, മനസമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഈ കേരളത്തിൽ ആ ഐക്യം നഷ്ടപ്പെടുത്താൻ തന്തയും മോനും കൂടെ ഇറങ്ങിയിരിക്കുകയല്ലേ? ഇവരുടെ ജനറ്റിക്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യമാണ്. ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോടക വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ വിശദാംശം ഞാൻ ഇവിടെ കിടക്കുന്നില്ല. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാം വേദനിക്കുന്ന അനുഭവങ്ങൾ. എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ ആ പെൺകുച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അവ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇവൻ പറയുന്നത് കേട്ടില്ലേ? 25 വയസ്സായിരുന്നപ്പോൾ ഇവനും തോന്നിയിരുന്നു അത്രേ പെണ്ണുങ്ങളോട്
ഒരു സുഖവും സന്തോഷവും ഇഷ്ടവുമെല്ലാം. അത് സത്യം തന്നെ ആയിരിക്കാം. 25 ഇപ്പോഴും ഈ മുതുക ഇളവനായിട്ടും പെണ്ണിനോട് സുഖം തോന്നിയിട്ടല്ലേ സരിതയെ റൂമിലോട്ട് ചക്കരയെന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ, എന്താ കാര്യം? 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുക. നമ്മളോ ഒരു 28, 29 ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയില്ല. എന്നാ അതിന്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നം. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ, അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി. ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല, അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ, അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുന്നുണ്ട്, അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം. അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല. പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും. ഇവന്റെ ചൊറിച്ചിൽ പ്രധാനമായും മുസ്ലിം പെൺകുട്ടികൾ പിഴക്കുന്നില്ലത്രേ. ഇതാണ് ഇവന്റെ ചൊറിച്ചിൽ. ഇവൻ ആ വേദിയിൽ പറയുകയാണ്, ക്രിസ്ത്യാനികളായ നമ്മൾ പെൺകുട്ടികളെ 18, 19, 25 വയസ്സിന്റെ ഉള്ളിൽ കല്യാണം കഴിച്ചു പറഞ്ഞയക്കണം. മുസ്ലിം പെണ്ണുങ്ങൾ, അങ്ങനെയാണ് പറയുന്നത്, മുസ്ലിം പെണ്ണുങ്ങൾ പിഴക്കുന്നില്ലല്ലോ, മുസ്ലിം പെൺകുട്ടികൾ പിഴക്കുന്നില്ല എന്നാണ് ഇവന്റെ ചൊറിച്ചിൽ. അതാണ് ഇവന്റെ ഒരു വേദന. ഇങ്ങനെയൊക്കെ ഒരു സദസ്സിൽ വെച്ച് വിളിച്ചു പറയുമ്പോൾ മറ്റു മതസ്ഥരിൽ എന്താണ് ഉണ്ടാവുക? അവരുടെ മനസ്സിൽ, മറ്റുള്ള മതസ്ഥരുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക? എന്താണ് സംഭവിക്കുക? ഇങ്ങനെ മനസ്സിൽ പിന്നു കുത്തി കയറ്റുന്ന ഒരവസ്ഥ. ഇതല്ലേ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന് പറയുന്നത്? ഇവൻ PC ജോർജ് എന്ത് വിളിച്ചു പറഞ്ഞാലും നമ്മുടെ നിയമങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അറസ്റ്റ് ചെയ്യും, ജാമ്യത്തിൽ വിടും, അറസ്റ്റ് ചെയ്യും, ജാമ്യത്തിൽ വിടും. ഇങ്ങനെ ആയിപ്പോയാൽ ഇവന് എന്തും ചെയ്യാം എന്നൊരവസ്ഥയായി അത് കഴിഞ്ഞു. എവിടേക്കാണ് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് പോകുന്നത്? ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവൻ വിളിച്ചു പറയുന്നല്ലോ, പൊതുജന മധ്യത്തിൽ ഇവൻ വിളിച്ചു പറയുന്നു, 18, 19 വയസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കണം, ഇല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെയായി പോകും, ഇങ്ങനെയായി പോകും, ലവ് ജിഹാദിലേക്ക് പോകും. ഇപ്പോഴെന്ത് ഇതെല്ലാം കേട്ടിട്ട് ഈ സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ, സ്ത്രീ സംരക്ഷണ വേദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ, ഇവരൊക്കെ എവിടെ പോയി? ഇവരുടെ വായിൽ ഉരുളക്കിഴങ്ങ് കയറ്റി വെച്ചിരിക്കുന്നു. ഈ സ്ത്രീ സംരക്ഷണ വേദികളിലെ വായിൽ ഉരുളക്കിഴങ്ങ് കയറ്റി വെച്ചിരിക്കുന്നു. ഇവൻ ഈ പറയുന്ന വാക്കുകൾ കേട്ടിട്ടൊന്നും പ്രതികരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലേ? അതോ ഇവനെ പേടിച്ചിട്ടാണോ? നിയമങ്ങൾ എവിടെ നമ്മുടെ നാട്ടിൽ? എന്തേ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയേ? നിയമത്തിന്റെ അടയാളമായ തുലാസ് ഇപ്പോൾ എവിടേക്കാണ് ചരിയുന്നത്?